വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനും വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യ സ്മരണയെ നമുക്ക് അനുസ്മരിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ടാണ് നമ്മളെന്നും ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം 6 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം സ്ഥാപിതമാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മക്കൾ. മാതാപിതാക്കളും മക്കളും സ്നേഹത്തോടും കരുതലോടും കൂടി ജീവിക്കുമ്പോൾ ആ കുടുംബം ഈ ഭൂമിയിലെ സ്വർഗമായി മാറും. ഒരു സ്വർഗീയ അന്തരീക്ഷത്തിലാണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കൂട്ടായ്മയോടെ സ്നേഹത്തോടെ കുടുംബത്തിൽ ജീവിക്കേണ്ടത്. സങ്കീർത്തന പുസ്തകം 127 അധ്യായം 3 തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനമാണ്. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് വളരെ വലുതാണ്. പൗലോസ്ലീഹ വളരെ വ്യക്തമായി പഠിപ്പിച്ചല്ലോ എങ്ങനെയായിരിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമെന്ന്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കണം. മക്കളുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ ഉയർച്ചയിലും വളർച്ചയിലും അവിഭാജ്യ ഘടകമായി മാറേണ്ട വ്യക്തികളാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾ വേണ്ട രീതിയിൽ ഈ 3 തലങ്ങളിലും ഉൾപ്പെടാതിരിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും, മക്കളുടെ വളർച്ചയിൽ അത് സ്വാധീനിക്കും. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ആയിരിക്കുന്ന അവസരത്തിൽ മാതാപിതാക്കൾ ചെയ്യുന്നതും മാതാപിതാക്കൾ പറയുന്നതുമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ചെറുപ്രായം മുതൽ പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് വ്യക്തമായി വീക്ഷിക്കുന്നുണ്ടല്ലോ. വൈകുന്നേരം കുടുംബത്തിൽ
പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ മക്കളും അതേ ചൈതന്യത്തോടെ അതേ അഭിഷേകത്തോടെ മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇനി ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ചെന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ കുമ്പിട്ട് മുട്ടുകുത്തി കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ട മക്കൾ അതുപോലെ ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെ ഈ മക്കളുടെ വളർച്ചയിൽ ഓരോ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്വാധീനം ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അവിടെ മക്കൾ മാതാപിതാക്കളോട് എപ്രകാരം ചേർന്ന് നിൽക്കണമെന്നും മക്കളുടെ ജീവിതത്തിൽ നിന്നും എന്താണ് മാതാപിതാക്കൾക്ക് ആവശ്യമായിരിക്കേണ്ടതെന്നും മക്കൾ എപ്രകാരം മാതാപിതാക്കളോട് ചേർന്ന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മക്കൾ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യത്തിൽ നിന്നും അല്പമൊന്ന് വളർന്നു കഴിയുമ്പോൾ, അല്പമൊന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മക്കളുടെ സ്നേഹത്തിലും രൂപഭാവത്തിലും സംസാരത്തിലുമൊക്കെ മാറ്റം വരും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളോട് സ്നേഹത്തോടെ സംസാരിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ മക്കൾ നേരെ വിപരീതമായി സംസാരിക്കും. ഒരു പക്ഷേ അത് മക്കൾ അറിഞ്ഞുകൊണ്ടുള്ള സംസാര ഭാഷയാവണമെന്നില്ല. എങ്കിൽ പോലും ചിലപ്പോഴെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു ചെറു നൊമ്പരം വരും. എന്താ എൻ്റെ മകൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താ എൻ്റെ മകൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നേരത്തെയൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ചില സ്വാഭാവികമായ സംഭാഷണ രീതിയാണിത്. മക്കളുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുന്നു. ചില സൗഹൃദങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കുമ്പോൾ, ആ സൗഹൃദ തണലിലേക്ക് അവർ മാറുമ്പോൾ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ബന്ധത്തിൽ നിന്നും പുറമേയുള്ള സൗഹൃദ തണലിലേക്ക് മാറി അവരുടേതായ ഒരു ലോകത്തിലേക്ക് മാറുവാൻ ഈ മക്കൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഒരു ഉയർച്ചയുടെ പടിയായി, വളർച്ചയുടെ പടിയായി ജീവിതത്തിൽ അത് സംഭവിക്കുമെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ അവിടെയെല്ലാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് വായിച്ചു ധ്യാനിക്കും നല്ലതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും എന്നും മക്കളുടെ ജീവിതത്തിൻ്റെ സ്ഥായിയായ വളർച്ചയ്ക്ക് ഉതകുന്നതാണ് എന്ന് പ്രഭാഷകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുവാനും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനും മക്കൾക്ക് കടമയുണ്ട്. ആ അപ്പൻ്റെയോ അമ്മയുടെയോ ജീവിതത്തിൽ പ്രിയപ്പെട്ട മക്കൾ കാരണം ഒരു സങ്കടത്തിൻ്റെ അനുഭവം ഉണ്ടാവാൻ പാടില്ല. എത്രയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മക്കളെ വളർത്തി വലുതാക്കിയെടുക്കുമ്പോൾ മക്കൾ കടന്നു വന്ന വഴികളെ മറന്നു പോവുകയും പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹം പ്രകടമാക്കാതെ വായിൽ വരുന്ന ചില കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം ഒരപ്പനും ഒരമ്മയും ഒരിക്കലും തൻ്റെ മക്കൾ വഴിതെറ്റി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മക്കളോട് കൂടുതലായിട്ടുള്ള ശ്രദ്ധ ഒരുപക്ഷെ അവർ കാണിക്കും, കൂടുതൽ കരുതൽ അവർ കാണിക്കും. ഒരു പ്രാവശ്യം പറയേണ്ട ഒരു കാര്യത്തെ തന്നെ 10 പ്രാവശ്യം പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും. അത് കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ മക്കൾ തിരിച്ചൊരു മറുപടി പറയും.
ഞാനിപ്പോഴും കൊച്ചാന്നാണോ നിങ്ങളുടെ വിചാരം? ഞാൻ വലുതായില്ലേ, എന്നെ എൻ്റെ വഴിക്ക് വിട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളോട് ചേർന്ന് നിൽക്കുവാനും മക്കളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എന്നും മാതാപിതാക്കളുടെ സ്നേഹത്തണലിലായിരിക്കണം മക്കൾ. ഒരു കുറവോ കുഴപ്പങ്ങളോ എൻ്റെ മക്കൾക്കുണ്ടാവരുതെന്ന് എന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കൾ എന്തു ചെയ്യണം? ആ മാതാപിതാക്കളുടെ സ്നേഹത്തിന് കുറവ് വരുത്തുന്ന രീതിയിൽ, ആ മാതാപിതാക്കളുടെ സന്തോഷത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കും: നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പ്രിയപ്പെട്ട മക്കളോടുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിങ്ങൾക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിങ്ങൾക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എത്രമാത്രം സ്നേഹം കാണിച്ചാലും എത്രമാത്രം കരുതലുണ്ടായാലും അതൊരിക്കലും ഒരു കുറവായി മാറുകയില്ല. അതൊരിക്കലും അതിർവരമ്പുകളില്ലാതായി മാറ്റപ്പെടണം. ഇത്രമാത്രം സ്നേഹിച്ചാൽ മതി, ഇത്രമാത്രം പരിചരിച്ചാൽ മതി, ഇത്രയേറെ കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ഒരു അതിർവരമ്പ് ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൽ വച്ചു പുലർത്തരുത്. മറിച്ച് എത്രമാത്രം സ്നേഹിച്ചാലും എത്രമാത്രം അവരോട് കൂടെ ആയിരുന്നാലും അവരെന്നും ആഗ്രഹിക്കുന്നുണ്ട് സാന്നിധ്യവും സാമീപ്യവും. ആ സ്നേഹവും പരിചരണവും കരുതലും ശ്രദ്ധയും അവരുടെ ജീവിതകാലം മുഴുവൻ കൊടുക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് കടമയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളൊന്ന് ധ്യാനിക്കണം. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നാണ് വചനം പറയുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. വചനം ഇന്നും ജീവിക്കുന്നുണ്ട്. വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. വചനത്തിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട മക്കളോടുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. അപ്പനെയോ അമ്മയെയോ മോശമായി ദുഷിച്ച് സംസാരിക്കരുത് എന്നാണ് വചനം നമ്മളോട് അരുളി ചെയ്യുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാൻ ഇടവരുത്തരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം നാശത്തിലേക്ക് കടന്നു പോകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യുമെന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനമാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനകളിൽ പറയുന്നുണ്ടല്ലോ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന്. അപ്പനെയോ അമ്മയെയോ പരിഹസിച്ച് സംസാരിക്കുകയോ അവരെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം നേട്ടങ്ങൾക്കും പിന്നാലെ പോകുകയോ ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പാളിച്ചകളെക്കുറിച്ചാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരുടെ മുന്നിൽ ധാർഷ്ട്യ സ്വഭാവത്തോടു കൂടി സംസാരിച്ച്, അവരുടെ മുന്നിൽ എൻ്റെ കഴിവുകൾ ഞാൻ പ്രകടിപ്പിച്ച്, അവരുടെ സ്വരത്തേക്കാൾ ഉന്നതമായ സ്വരത്തിൽ സംസാരിച്ച് ആധിപത്യം നേടിയെടുത്തുകൊണ്ട്
ഞാൻ എന്തോ ആയി തീർന്നു, ഞാൻ എന്തോ ആയി മാറ്റപ്പെട്ടുവെന്ന് പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കുമ്പോൾ മക്കൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആ കഴിവുകളും ആ ശക്തിയും ആ തൻ്റെ ഇടവുമൊന്നും പ്രിയപ്പെട്ട മക്കളുടെ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല എന്നുള്ള കാര്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവരോട് ധിക്കരിച്ച് സംസാരിച്ചുകൊണ്ട് മക്കൾ നേടുന്ന ഒരു നേട്ടവും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. അതിന് വലിയ വിപത്തുകൾ സംഭവിക്കുമെന്ന് കൂടിയാണ് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിപരീതമായി മാറി നിന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിനും പിന്നാലെ പോയി കുടുംബജീവിതത്തെ തകർക്കുകയും കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും കുടുംബത്തിലെ സ്നേഹത്തെയും ഐശ്വര്യത്തെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകാറുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാം തിരുവചനം വചനം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. പ്രിയപ്പെട്ട മക്കൾ സ്വന്തമായി സ്വപ്നങ്ങൾ നെയ്തെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്ന് ചിന്തിച്ചു കൂട്ടി താൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ സ്വകാര്യതയിൽ കണ്ടെത്തുകയും അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിനക്ക് ശരിയെന്ന് നിനക്ക് തോന്നുന്ന ആ വഴി അത് മരണത്തിലേക്ക് നിന്നെ നയിക്കുന്ന വഴിയായി മാറാം. ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും ബന്ധങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്നേഹത്തോടെ പറഞ്ഞു തരുന്നുണ്ട്: മകനെ, മകളെ, നീ അതിലൂടെ പോകരുത്, നീ അതിൽ നിന്നും പിന്മാറണം. അത് നിൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് ഉതകുന്നതല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ്. പക്ഷേ ആ വാക്കുകൾ ശ്രവിക്കാൻ പലപ്പോഴും പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയാതെ വരുന്നു. ആ സമയം അവരുടെ കണ്ണുകളിൽ അന്ധതയുണ്ടാവുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവ തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. വചനം ഒരിക്കൽ കൂടി ഇപ്രകാരം അരുളി ചെയ്യുന്നു: കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. മർക്കടമുഷ്ടി കാണിക്കുന്നൊരു സ്വഭാവം ചില മക്കളൊക്കെ കാണിക്കാറുണ്ട്. എനിക്ക് ഇന്നത് മതി, എനിക്ക് ഇന്നയാളെ മതി, എനിക്ക് ഇന്നത് വേണം, അതിനുള്ള ശാഠ്യം പിടിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവസാനം ഗതികെട്ട് മക്കളുടെ വാക്കിനോട് സമ്മതം മൂളുകയും നിവൃത്തികേട് കൊണ്ട് ഒരു മൗനം സമ്മതമെന്ന വണ്ണം മിണ്ടാതിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്നാൽ മാതാപിതാക്കളുടെ വാക്കിനോട് പ്രതിബദ്ധത പുലർത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടകരമായ അനുഭവങ്ങൾ എന്താണെന്ന് ഇതാ വചനം നമ്മളെ പഠിപ്പിച്ചു. ഇനി ചില വ്യക്തികളുണ്ട്, അവർ നിർബന്ധം പിടിക്കും, ചില കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കും. ചില യുവതികൾ, ചില യുവാക്കന്മാർ, ഞാൻ ഇന്ന ഒരാളെ കണ്ടുമുട്ടി, ആ വ്യക്തിയേക്കാൾ ഉപരിയായി മറ്റൊന്നും എനിക്കില്ല, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനവുമായ സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തി എന്ന് തെറ്റിദ്ധരിച്ച് ആ വ്യക്തി ആ നിമിഷം ഒരു അന്ധകാരത്തിൻ്റെ വലയത്തിൽപ്പെട്ട് തിന്മയുടേതായ ഒരു അന്ധകാര ശക്തിയിൽ അടിപ്പെട്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഇടയിൽ വലിയ അസ്വസ്ഥതയ്ക്കും വലിയ സങ്കടത്തിനും കാരണമാക്കാൻ ഇടവന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിർബന്ധ ബുദ്ധി എവിടെ ചെന്ന് എത്തിക്കുമെന്നുള്ള കാര്യം ഇതാ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. വചനത്തിലൂടെ
ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വചനത്തിലൂടെ ദൈവം ഇന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കണം. വചനം നമ്മൾ ദിവസവും വായിക്കണം. വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കണം. അപ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരും. ചില കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിന് ചേർന്നതല്ല. ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ ചിലരോടെല്ലാം കാണിക്കേണ്ട ബഹുമാനത്തെക്കുറിച്ചും ചിലരോടെല്ലാം നമ്മൾ കാണിക്കേണ്ട സ്നേഹത്തെക്കുറിച്ചൊക്കെ വചനം നമുക്ക് പറഞ്ഞു തരും. വ്യക്തമായ ബോധ്യമില്ലാതെ, വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കാതെ, ദൈവസ്വരം ശ്രവിക്കാതെ നമ്മൾ പലപ്പോഴും നമ്മുടേതായ ചില വഴികൾ കണ്ടുപിടിച്ച് നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണിത്. പലപ്പോഴും ആത്മീയ മേഖലയിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തി ലോകത്തോടും ലോകമോഹങ്ങളോടും കൂടുതൽ ചായവും കൂടുതൽ സ്നേഹവും സാമീപ്യവും കാണിക്കും. വചനം നമുക്ക് പറഞ്ഞു തന്നില്ലേ, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തോടും ലോകമോഹങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണയും ദൈവ സാന്നിധ്യവും അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം ആ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ലോകസുഖങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും മാത്രമാണ് ആ വ്യക്തി നോക്കിയിരിക്കുന്നത്. ആ ലോകത്തിൻ്റെതായ സുഖങ്ങളിലും ലോകത്തിൻ്റെതായ സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലുമാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. പക്ഷേ ആ സന്തോഷങ്ങൾക്കപ്പുറത്ത് വലിയ സങ്കടങ്ങളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഈ ലൗകികമായ സന്തോഷങ്ങളും സുഖസൗകര്യങ്ങളും തേടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നത് വലിയ പരാജയങ്ങളാണ്. പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും സോളമൻ്റെ അധപതനത്തെക്കുറിച്ച്. സോളമൻ രാജാവ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു ജ്ഞാനിയായിരുന്നു. കാരണം സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് അറിവ് വേണം, ജ്ഞാനം വേണം, ബുദ്ധി വേണം. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ ചോദിച്ചതിലും ഇരട്ടി അറിവും ജ്ഞാനവും കൊടുത്തു. അങ്ങനെ സോളമൻ രാജാവ് തൻ്റെ ജ്ഞാനം കൊണ്ട് വളരെ മനോഹരമായ ദേവാലയം പണിതുയർത്തപ്പെട്ടു. എത്ര ഭംഗിയായിട്ടാണ് സോളമൻ രാജാവ് ദേവാലയം പണിത്! എത്ര മനോഹരമായിട്ടാണ് സോളമൻ രാജാവ് ദേവാലയം പണിത്! മറ്റാർക്കും പറ്റാത്ത രീതിയിൽ, മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ സോളമൻ രാജാവ് മനോഹരമായ ദേവാലയം പണിതുയർത്തു ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി. അങ്ങനെ ദൈവം സോളമൻ രാജാവിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു. സോളമൻ രാജാവ് ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ അഗ്രഗണ്യനായ ഒരു മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നാണ് 1 രാജാക്കന്മാർ 11:1 വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. സോളമൻ്റെ അധപതനം എന്ന തലക്കെട്ടോടുകൂടി ആ അധ്യായം ആരംഭിക്കുമ്പോൾ 1-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു എന്ന്. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന വചനഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമാണ് സോളമൻ രാജാവിൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. സോളമൻ രാജാവ് വിദേശ വനിതകളുടെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സ്നേഹബന്ധത്തിലേക്ക് സോളമൻ രാജാവ് വഴുതി വീണു. അവിടെ സോളമൻ രാജാവിൻ്റെ അധപതനം ആരംഭിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? സോളമൻ രാജാവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു.
ആത്മീയ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹം വിഗ്രഹാരാധനയുടെ ഒരടിമയായി മാറി. ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും ദൈവ ശുശ്രൂഷയിൽ നിന്നും അദ്ദേഹം മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം നാശത്തിലേക്ക് വഴുതിപ്പോയി. അങ്ങനെ ഒരിക്കൽ പോലും പശ്ചാത്തപിക്കാതെ സോളമൻ രാജാവൻ വൻ നാശത്തോടു കൂടിയാണ് മരണമടഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും ദൈവീയ കാര്യങ്ങളോടും നമ്മൾ ചേർന്ന് നിൽക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ ഹൃദ്യസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വച്ചു പുലർത്തേണ്ട വലിയ ഒരു വിശ്വസ്തതയുടെ മേഖലയുണ്ട്. ആ വിശ്വസ്തത നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ വിശ്വസ്തതയിൽ വേണം എന്നും നമ്മൾ ജീവിക്കുവാൻ വേണ്ടി ആയിരിക്കേണ്ടത്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. ലോകത്തോടും ലോകമോഹങ്ങളോടും അനുരൂപരാകേണ്ടവരല്ല നമ്മൾ. മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി ഒരു രൂപാന്തരീകരണത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തു ഐക്യത്തിൽ ആയിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.